ഹായ് ഫ്രണ്ട്സ്, അസ്സാം വലൈക്കും. വിസ്മിക്ക് ചെല്ലോട്ടെ എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ തോലൊക്കെ പഴുത്ത് കറുത്തിട്ടുള്ള 3 നേന്ത്രപ്പഴം വെച്ചിട്ടുള്ള നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഈസി സ്നാക്കിൻ്റെ റെസിപ്പി ചെയ്യുന്നത് എങ്ങനെയെന്ന് നോക്കാം. അതിനായിട്ട് ഇവിടെ തോലൊക്കെ കറുത്ത് പഴുത്ത് പോയിട്ടുള്ള നേന്ത്രപ്പഴമാണ് എടുത്തിട്ടുള്ളത്. ഈ നേന്ത്രപ്പഴത്തിൻ്റെ തോലൊക്കെ കളഞ്ഞ് വളരെ ചെറുതായിട്ട് നല്ല കുഞ്ഞാക്കിയിട്ട് കട്ടാക്കിയിട്ട് നമുക്കിതുപോലൊരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കാം. നല്ല ഹെൽത്തി ആയിട്ടുള്ള നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു സ്നാക്കാണ് കേട്ടോ. കട്ട് ചെയ്തെടുക്കുമ്പോൾ അത്യാവശ്യം നല്ല ചെറുതാക്കി കട്ട് ചെയ്യാൻ നോക്കണം കേട്ടോ. ഒരുപാട് വലിയ പീസാക്കി കട്ടാക്കരുത്, ചെറുതായിട്ട് കട്ടാക്കി എടുക്കുക. ഇപ്പോൾ നമ്മൾ തോലൊക്കെ കറുത്തിട്ടുള്ള പഴം കളയൊന്നും വേണ്ട കേട്ടോ. ഇതുപോലെ നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു സ്നാക്ക് തയ്യാറാക്കി എടുക്കുക. ഇത് നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടും കഴിക്കാവുന്നതാണ്. ഇതൊരു സൈഡിലേക്ക് മാറ്റി വയ്ക്കാം. ഇനി ഞാനൊരു 5 പീസ് ബ്രെഡാണ് എടുത്തിട്ടുള്ളത്. ബ്രെഡ് നമുക്കൊന്ന് കട്ട് ചെയ്തെടുക്കണം. നമുക്ക് ഇതിൻ്റെ നടുക്കത്തെ പോർഷൻ ഫുള്ളായിട്ട് കട്ട് ചെയ്ത് മാറ്റി വയ്ക്കാം. ഈ 5 പീസിൻ്റെയും നടുക്കത്തെ പോർഷൻ നമുക്ക് ഫുള്ളായിട്ട് ആവശ്യമില്ല. അപ്പോൾ ഇതേപോലെ ഒന്ന് കട്ടാക്കി എടുത്താൽ മതി. സൈഡൊന്നും വിട്ടു പോകരുത് കേട്ടോ. ആ രീതിയിൽ വേണം പതുക്കെ ഒന്ന് കട്ടാക്കി എടുക്കാനായിട്ട്. കണ്ടോ, ഇതുപോലെ ഒന്ന് കട്ടാക്കി എടുത്താൽ മതി. ഇതിവിടെ മാറ്റി വയ്ക്കാം. ഞാൻ 5 പീസും ഇതുപോലെ കട്ടാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ 5 പീസിൽ നിന്ന് ഞാൻ 3 പീസ് ഈ ബ്രെഡിൻ്റെ നടുക്കത്തെ പോർഷൻ 3 മാത്രമേ എടുക്കുന്നുള്ളൂ. ഇത്രയും നമുക്ക് ആവശ്യമുള്ളൂ കേട്ടോ. അപ്പോൾ ഇതിവിടെ മാറ്റി വയ്ക്കാം. ഇനി ഇതുപോലൊരു ബൗൾ എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഞാനൊരു 1/2 കപ്പ് പാലില്ല കേട്ടോ. ഒരു 1/2 കപ്പിന് 1 ടേബിൾ സ്പൂൺ കുറവാണ്. അത്രയും പാല് മതി. ഈ പാലിലേക്ക് മധുരത്തിന് ആവശ്യമായ പഞ്ചസാര ചേർത്ത് കൊടുക്കാം. ഞാൻ 2 ടേബിൾ സ്പൂൺ പഞ്ചസാരയാണ് എടുക്കുന്നത്. നിങ്ങൾക്ക് എത്ര മധുരം വേണം അതിനനുസരിച്ച് ചേർക്കാവുന്നതാണ്. 2 ടേബിൾ സ്പൂൺ പഞ്ചസാര കറക്റ്റ് പാകമായിരിക്കും മധുരം. പിന്നെ പഴം അത്യാവശ്യം നല്ല മധുരമുള്ളതാണല്ലോ. അപ്പോൾ എന്താ പറയുക, മധുരം നിങ്ങളുടെ ടേസ്റ്റിനനുസരിച്ച് കൂട്ടുകയോ കുറക്കുകയോ ചെയ്യാം കേട്ടോ. 2 ടേബിൾ സ്പൂൺ കറക്റ്റ് പാകമാണ്. ഇതിലേക്ക് ഒരു 2 പിഞ്ച് മഞ്ഞൾപ്പൊടിയും ഒരു 1/2 ടീസ്പൂൺ ഏലക്കായ പൊടിച്ചത്, പഞ്ചസാരയും കൂട്ടി പൊടിച്ചെടുത്തതാണ് കേട്ടോ. അതുകൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ആക്കി എടുക്കാം. ഇനി ഇതിലേക്ക് 10 രൂപയുടെ ഒരു പാൽപ്പൊടി പാക്കറ്റാണ് ചേർക്കുന്നത്. ഇതിൽ ഏകദേശം ഒരു 2 ടേബിൾ സ്പൂൺ നിറച്ച് 2 ടേബിൾ സ്പൂൺ പാൽപ്പൊടി ഉണ്ടാവും കേട്ടോ. അപ്പം ഇനിയിപ്പോൾ 10 രൂപയുടെ പാക്കറ്റ് തന്നെ ആവണമെന്നില്ല. നിങ്ങളുടെ അടുത്ത് ലൂസ് പാൽപ്പൊടി ഉണ്ടെങ്കിൽ ഒരു 2 ടേബിൾ സ്പൂൺ നിറച്ച് ചേർത്ത് കൊടുത്താൽ മതി. എന്നിട്ട് ഇതെല്ലാം കൂടി നന്നായിട്ട് മിക്സ് ആക്കുക. ഇനി തണുത്ത പാലിലും ആണെങ്കിൽ പാൽപ്പൊടി മിക്സ് ആകാൻ ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ നിങ്ങളൊരു കാര്യം ചെയ്താൽ പാൽ ജസ്റ്റ് ഒന്ന് ചെറുതായിട്ട് ചൂടാക്കിയിട്ട് അതിലേക്ക് ചേർത്ത് കൊടുത്താലും മതി കേട്ടോ. പാലൊഴിച്ചിട്ട് പിന്നെ പഞ്ചസാര ഏലക്കപ്പൊടിയും ഒക്കെ ചേർത്താൽ മതി. എന്നിട്ട് ഇനി ഇതിലേക്ക് ഞാൻ എടുക്കുന്നത് കോഴിമുട്ടയാണ്. ഞാനൊരു 4 മുട്ട എടുക്കുന്നുണ്ട്. ഇതിലേക്ക് നമുക്ക് പൊട്ടിച്ച് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇത് ഫ്രിഡ്ജിൽ വെച്ചതോ ഫ്രിഡ്ജിൽ വെക്കാത്തതോ പുറത്തിരിക്കുന്നതോ ഏത് കോഴിമുട്ടയും നമുക്ക് ഉപയോഗിക്കാം. ഫ്രിഡ്ജിൽ വെച്ച് വിചാരിച്ചിട്ട് ഒരു കുഴപ്പമില്ല കേട്ടോ. 4 കോഴിമുട്ടയാണ് എടുക്കുന്നത്. ഒരു 1/2 കപ്പിൻ്റെ അടുത്ത് വരുന്ന പാലിലും നമ്മൾ 4 കോഴിമുട്ട എടുക്കുന്നുണ്ട്. അതുപോലെ 5 പീസ് ബ്രെഡും നമ്മൾ എടുക്കുന്നത്, 3 നേന്ത്രപ്പഴവും. ഈ ഒരു അളവിലാണ് എല്ലാ ചേരുവകളുടെ അളവ് പറയുന്നത്. അപ്പോൾ ഈ ഒരു 4 മുട്ടയും 1/2 കപ്പിൻ്റെ അടുത്ത് വരുന്ന പാലും കറക്റ്റ് പാകമാണ് ഈ 5 ബ്രെഡിലേക്ക് കേട്ടോ. 3 നേന്ത്രപ്പഴവും. അപ്പോൾ ഈ അളവ് ശ്രദ്ധിക്കുക കേട്ടോ. നിങ്ങൾ നേന്ത്രപ്പഴമൊക്കെ കൂട്ടിയെടുക്കുന്നുണ്ടെങ്കിൽ എല്ലാ ചേരുവയും കൂട്ടിയെടുക്കാൻ ശ്രദ്ധിക്കുക. നമ്മൾ ഈ 3 പീസ് ബ്രെഡിൻ്റെ നടുക്കത്തെ ഭാഗം മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു അല്ലേ, ആ ഒരു ഭാഗം നമുക്ക് ഈ മുട്ടയുടെ മിക്സിലേക്ക് പൊടിച്ച് ചേർത്ത് കൊടുക്കാം. കൈകൊണ്ടൊന്ന് പതുക്കെ പൊടിച്ച് ചേർത്ത് കൊടുത്താൽ മതി. മിക്സിയിലിട്ട് പൊടിക്കേണ്ടതൊന്നും ആവശ്യമില്ല. എന്നിട്ട് ഇതെല്ലാം ഇവിടെ നന്നായിട്ട് മിക്സ് ആക്കുക. നമ്മൾ മുട്ടയും നന്നായിട്ട് മിക്സ് ആകണം. അതുപോലെ തന്നെ നമ്മൾ പഞ്ചസാരയൊക്കെ നന്നായിട്ട് മെൽറ്റായി വരണം കേട്ടോ. അപ്പോൾ ഇതുപോലെ നന്നായിട്ട് മിക്സ് ആക്കി എടുത്തതിന് ശേഷം നമ്മളിവിടെ റെഡിയാക്കി വെച്ചിട്ടുള്ള പഴം ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പം നിങ്ങൾക്ക് ഈ പഴം ഒന്ന് ഫ്രൈ ചെയ്തിട്ട് ഇട്ട് കൊടുക്കണമെങ്കിൽ, ജസ്റ്റ് ഒന്ന് ഫ്രൈ ചെയ്ത് ഇട്ട് കൊടുക്കണമെങ്കിൽ അങ്ങനെയും ചെയ്യാം. ഞാൻ ഫ്രൈ ചെയ്തിട്ടൊന്നുമില്ല, നല്ല പഴുത്ത പഴമാണ്. അപ്പോൾ ഇതുപോലെ ഒന്ന് ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ആക്കി എടുക്കാം. ഇത്രയും മതി. ഇനി നമുക്കൊരു പാൻ അടുപ്പത്ത് വെക്കാം. ഇതുപോലെ ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഞാൻ കുറച്ച് ഓയിലാണ് ഒഴിക്കുന്നത്. വെളിച്ചെണ്ണ അത്ര ടേസ്റ്റ് ഉണ്ടാവില്ല കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഇതിന് വരെ ബട്ടറോ നെയ്യോ ഒക്കെ ഉപയോഗിക്കാം. അപ്പോൾ ഞാനിത് കുറച്ച് ഓയിൽ ഒഴിച്ചിട്ട് അതിൻ്റെ മുകളിലേക്കാണ് ഈ ബ്രെഡിൻ്റെ ഈ ഒരു ചുറ്റോട്ടമുള്ള ഭാഗം വെച്ച് കൊടുക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇങ്ങനെ ഈ ബ്രെഡിൻ്റെ ഈ 4 ഭാഗം ഇത് വെച്ച് കൊടുക്കുക. വെച്ച് കൊടുത്തതിന് ശേഷം അതിൻ്റെ ഉള്ളിലേക്ക് ഒരു പീസ് ബട്ടറോ അല്ലെങ്കിൽ നെയ്യോ ഇട്ടിട്ട് അങ്ങനെയും റെഡിയാക്കി എടുക്കാം. എന്നിട്ട് നമ്മുടെ ഇവിടെ മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന നേന്ത്രപ്പഴം, മുട്ട, പാലിൻ്റെയൊക്കെ ആ മിക്സ്
ഇതിൻ്റെ ഉള്ളിലേക്ക് നിറച്ച് കൊടുക്കുക കേട്ടോ. അത്യാവശ്യം നല്ല രീതിയിലൊന്ന് നിറച്ച് കൊടുക്കുക. വളരെ സിമ്പിളായിട്ട് നല്ല ടേസ്റ്റി ആയിട്ടുള്ള വളരെ ഈസി ആയിട്ട് ചെയ്തെടുക്കാവുന്ന നല്ല ടേസ്റ്റി ആയ ഒരു സ്നാക്കാണ് കേട്ടോ. വീഡിയോ ഇഷ്ടമാണെങ്കിൽ തീർച്ചയായിട്ടും ഒരു ലൈക്ക് തന്ന് സപ്പോർട്ട് ചെയ്യാൻ ആരും മറക്കരുത്. ഇപ്പോൾ ഇതിൻ്റെ മുകളിലേക്ക് ബദാം ക്രഷ് ചെയ്താണ് ഇടുന്നത്. ഇതൊന്നും ഓപ്ഷണലാണ്, കയ്യിലുണ്ടെങ്കിൽ മാത്രം ചേർത്താൽ മതി. ഞാൻ ഒരല്പം കറുത്ത മുന്തിരി കൂടെ ചേർത്തൊന്ന് ഗാർണിഷ് ചെയ്തെടുക്കുന്നുണ്ട്. ഇതിൻ്റെ ഒന്നും ആവശ്യമില്ല. ഇതിങ്ങനെ കഴിക്കാനും ടേസ്റ്റാണ്, കാണാനൊരു ഭംഗിയും, എന്നാലും കഴിക്കുമ്പോൾ കുറച്ചുകൂടി ഒരു ടേസ്റ്റൊക്കെ കൂടും ഈ നട്ട്സും ഈ മുന്തിരിയൊക്കെ കഴിക്കാൻ കിട്ടുമ്പോൾ. അപ്പോൾ കയ്യിലുണ്ടെങ്കിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ, ഇല്ലെങ്കിൽ ചേർക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഇങ്ങനെ പഴവും ബ്രെഡും ഒക്കെ എന്താ പറയുക, മുട്ടയൊക്കെ നമ്മുടെ വീട്ടിൽ കാണുന്ന സാധാരണ ചേരുവകളാണ്. അത് വെച്ചിട്ട് കുട്ടികൾ സ്കൂളിൽ വരുന്ന സമയത്ത് കുട്ടികൾക്ക് ചെയ്ത് കൊടുക്കാൻ പറ്റിയ ഒരു വെറൈറ്റി ആയിട്ടുള്ള നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു സ്നാക്കാണ്. ഇനിയിപ്പോൾ ഇത് നിങ്ങൾക്ക് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടാണ് കഴിക്കുന്നതെങ്കിൽ കുട്ടികളൊക്കെ, ചില കുട്ടികളൊന്നും രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ഒന്നും കഴിക്കാൻ മടിയായിരിക്കും. അങ്ങനത്തെ കുട്ടികൾക്കും നമുക്ക് വേണമെങ്കിൽ ഇതുപോലെ റെഡിയാക്കി കൊടുക്കാം. അവർ നല്ല ഇഷ്ടത്തോടെ വളരെ സിമ്പിളായിട്ട് കഴിച്ചിട്ട് പോകും. അത്രയും നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഐറ്റമാണ്. ഇപ്പോൾ തോലൊക്കെ പഴുത്ത് കറുത്ത് പോയിട്ടുള്ള നേന്ത്രപ്പഴമൊക്കെ വിട്ടിരിക്കുന്നുണ്ടെങ്കിൽ അതും വലിച്ചെറിഞ്ഞ് കളയേണ്ട ആവശ്യമില്ല. ഈ രീതിയിൽ നമുക്ക് തയ്യാറാക്കി എടുക്കാവുന്നതാണ്. നമുക്ക് പഴം കൊണ്ട് നമുക്ക് വെറൈറ്റി ആയിട്ട് നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും. അതുപോലെ തന്നെ പിന്നെ മുട്ടയൊക്കെ കഴിക്കാത്ത കുട്ടികൾക്കും പഴമൊക്കെ കറുത്ത് പോയിട്ട് കഴിക്കാത്ത കുട്ടികളുണ്ടല്ലേ, എൻ്റെ കുട്ടികളൊക്കെ അങ്ങനെ കേട്ടോ, തോല് കറുത്തൊരു ചെറിയൊരു കളർ കണ്ട അപ്പോൾ കഴിക്കില്ല. അപ്പോൾ ഇങ്ങനെയൊക്കെ നമുക്ക് റെഡിയാക്കി കൊടുത്താൽ അവർ കഴിക്കുകയും ചെയ്യും. ഇത് എന്ത് തോല് കഴിച്ച പഴമാണോ, കറുത്ത പഴമാണോ, അല്ലാത്ത പഴമാണോ എന്നൊന്നും അറിയില്ല. ഇങ്ങനെ നമ്മൾ വെറുതെ വേസ്റ്റാക്കി കളയേണ്ട ആവശ്യമില്ല. നമുക്കിതുപോലെ വെറൈറ്റി ആയിട്ട് സ്നാക്ക് തയ്യാറാക്കി എടുക്കാൻ പറ്റും. തീർച്ചയായിട്ടും നിങ്ങൾ ഇതുപോലെ റെഡിയാക്കി നോക്കിയിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത്. ഇതുവരെ നോക്കിയിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും റെഡിയാക്കി നോക്കുക. റെഡിയാക്കി നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായം അറിയിക്കാനും മറക്കരുത് കേട്ടോ. അപ്പോൾ ജസ്റ്റ് ഒന്ന് ഇങ്ങനെ അടച്ചു കൊടുക്കുക കേട്ടോ. ഏറ്റവും ലോ ഫ്ലെയിമിൽ തന്നെ വെച്ചിട്ട് കുക്ക് ചെയ്യാനും മറക്കരുത്. ഇത് ഹൈ ഫ്ലെയിമിലോ മീഡിയം ഫ്ലെയിമിലോ ഒന്നും ഇടണ്ട. ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് കുക്ക് ചെയ്തെടുത്താൽ തന്നെ നമ്മളുടെ ഈ മുട്ടയും പഴമൊക്കെ നന്നായിട്ട് കുക്കായി കിട്ടിക്കോളും. ഇപ്പോൾ 2 ഞാൻ ഇവിടെ റെഡിയാക്കിയിട്ടുണ്ട്. ഇതുപോലെ നമുക്ക് ബാക്കിയുള്ളതും റെഡിയാക്കി എടുക്കാം. ഇപ്പോൾ നിങ്ങളുടെ ഒരു വലിയ പാനൊക്കെ ആണെങ്കിൽ 2 3 ഒക്കെ ഒരുമിച്ച് ഇടാൻ പറ്റിയതാണെങ്കിൽ പെട്ടെന്ന് തന്നെ റെഡിയാക്കി കിട്ടിക്കോളും. ഓരോ സ്നാക്കും തയ്യാറാക്കുമ്പോൾ 2 മിനിറ്റാണ് കുക്കിംഗ് ഡേ വരുന്നത്. ഒരു ഭാഗം 1 മിനിറ്റും ഒരു ഭാഗം 1 മിനിറ്റും, അങ്ങനെ 2 മിനിറ്റാണ് ഓരോന്നും കുക്ക് ചെയ്യാനായിട്ട് നമുക്ക് വേണ്ടി വന്നത്. അത് ലോ ഫ്ലെയിമിലിട്ട് തന്നെ തയ്യാറാക്കാനും ശ്രദ്ധിക്കുക കേട്ടോ. ഇപ്പോൾ ഞാനിത് കട്ട് ചെയ്ത് കാണിച്ചു തരാം. വളരെ ഇപ്പോൾ 10 മണിക്കൊക്കെ കുട്ടികൾ സ്കൂൾക്ക് സ്നാക്ക് കൊണ്ടുവന്ന കുട്ടികളുണ്ടാവില്ലേ, അവർക്കും ഇത് കൊടുത്തുവിടാൻ പറ്റിയ നല്ല ഹെൽത്തി ആയിട്ടുള്ളൊരു സ്നാക്കാണ്. വീഡിയോ ഇഷ്ടമാണെങ്കിൽ തീർച്ചയായിട്ടും ഒരു ലൈക്ക് തന്ന് സപ്പോർട്ട് ചെയ്യാൻ ആരും മറക്കരുത്. അതുപോലെ തന്നെ ബിസ്മി കിച്ചൺ എന്ന യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കാണുന്ന എൻ്റെ എല്ലാ പ്രിയ കൂട്ടുകാരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് അടുത്ത് വരുന്ന ബെല്ലൈക്കൺ ഒന്ന് എനേബിൾ ചെയ്ത് വെച്ചാൽ മാത്രമേ നമ്മളിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങളിലേക്ക് കറക്റ്റായിട്ട് എത്തുള്ളൂ. അപ്പോൾ ഇൻഷാ അല്ലാഹ് അടുത്ത നല്ലൊരു അടിപൊളി വീഡിയോ ആയിട്ട് എത്തുന്നവരേക്കും എല്ലാ കൂട്ടുകാർക്കും നന്ദി, നമസ്കാരം.